പതിവ് പോലെ റൂഹിമോളെ മദ്രസയിലാക്കി നമ്മൾ മുറ്റത്ത് വളർത്തുന്ന മക്കളെയൊക്കെ ഒന്ന് കണ്ണോടിച്ചും അവർക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ വാടിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് ഒന്ന് തൊട്ട് തലോടി വെള്ളമൊക്കെ നനച്ച് കൊടുത്തിട്ടാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് അടുക്കളയിൽ കയറാറുള്ളത്. വെക്കേഷൻ ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ. അപ്പോൾ ഇതാ നമ്മുടെ പപ്പായ മരത്തിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു പപ്പായ നല്ലോണം പഴുത്തു വന്നിട്ടുണ്ട്. ഭാഗ്യത്തിന് കിളികളൊന്നും കണ്ടിട്ടില്ല, നമുക്ക് മാത്രം പോരട്ടെ, അവർക്കും വേണം. പിന്നെ ഞാൻ നട്ട പൂവമ്പഴം ഇപ്പോൾ നല്ല വലുതായി കൊലയിട്ട് വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ, നല്ലോണം വലുതായിട്ട് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഇതിൻ്റെയൊക്കെ സന്തോഷം നിങ്ങളോട് പറയുമ്പോൾ എൻ്റെ സന്തോഷം ഒന്നും കൂടി ഇരട്ടിക്കുകയാണ്. പിന്നെ നമ്മുടെ മാതളം ഉമ്മാൻ ഇതിൽ കൂടെ ഒരു പഴം കാഴ്ച കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാ അള്ളാ. പപ്പായമാർ ഇഷ്ടം പോലെ ഉണ്ട്, കൃഷി ചെയ്യാമെന്ന് കണക്കിനുണ്ട്. പക്ഷേ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ പപ്പായമാർ തന്നെ കേട് ഒന്ന് പോകും. ഇങ്ങനെ ആക്കിയിട്ടുണ്ടായിട്ടില്ല ഒന്ന് വന്നിങ്ങനെ. പിന്നെ വാർപ്പിൻ്റെ മുകളിലൊക്കെ കയറി ചെറുതായിട്ടൊന്ന് അടിച്ചു വരി ചെറുതായിട്ടൊന്ന് ചുട്ടു. ഇതാണ് ഇവിടുത്തെ ചുറ്റുപാടുള്ള വ്യൂ. നമ്മൾ താഴേക്ക് ഇറങ്ങി പിന്നെ പപ്പായക്കും പൂവനക്കും അതായത് നമ്മുടെ പൂവമ്പഴത്തിനൊക്കെ നന്നായിട്ട് നനച്ച് ഇങ്ങനെ നനച്ച് കൊടുക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ആ കൂട്ടത്തിൽ ഞാൻ പപ്പായ മരത്തിൽ നനച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അടുക്കളയിൽ കയറി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പൂളയും പൂമ്പായിട്ട് പിന്നെ നമ്മൾ പപ്പായക്ക് അതായത് നമ്മുടെ കറുമത്തിയൊക്കെ ഒന്ന് ചെത്തി വെച്ചു. പിന്നെ നമുക്ക് ഇന്നൊരു കേക്കിൻ്റെ വർക്കും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ.